ഡിമോസ് ഫർണിച്ചർ, ദി അൾട്ടിമേറ്റ് ഓണം ഫെസ്റ്റ്. ആഘോഷിക്കാം ഈ ഓണക്കാലം ഡിമോസിനൊപ്പം. പ്രതിപക്ഷ ഉപനേതാവ് പദവിയിൽ പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനവുമായി AIYF. പ്രതിപക്ഷ നേതാവ് ഒരു കത്ത് കൊടുത്താൽ വിഷയം തീരും എന്ന ധാരണ വേണ്ട. അതൊരു ഏകാധിപത്യ ശൈലിയാണെന്ന് സംസ്ഥാന പ്രസിഡന്റ് TT ജിസ്മോൻ പ്രതികരിച്ചു. CPI അന്വേഷിക്കുന്നത് അമിതമായ അവകാശവാദമല്ല. പ്രധാനപ്പെട്ട എല്ലാ പദവികളും CPM ആണ് വഹിക്കുന്നത്. VS അച്യുതാനന്ദൻ ഇരുന്ന കാലത്ത് കോടിയേരി ബാലകൃഷ്ണനെ CPM ഏകപക്ഷീയമായി തീരുമാനിക്കുകയായിരുന്നു എന്നും ജിസ്മോൻ റിപ്പോർട്ടിനോട് പറഞ്ഞു. CPI ആവശ്യം ഉന്നയിക്കുമ്പോൾ DYFI സംസ്ഥാന സെക്രട്ടറിക്ക് അസ്വസ്ഥത തോന്നേണ്ട കാര്യമില്ല എന്നും ജിസ്മോൻ പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് കത്ത് കൊടുത്താൽ തീരാവുന്ന വിഷയമുള്ളൂ എന്ന തരത്തിൽ ലഘൂകരിച്ച് കാണുന്നത് ഒരു ഏകാധിപത്യ ശൈലിയാണ്. വളരെ ഗൗരവമായി തന്നെ CPI ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ ഒരു മുന്നണിയുടെ മര്യാദ അനുസരിച്ചിട്ട് ജനാധിപത്യപരമായി ആ തീരുമാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ചർച്ച ചെയ്യപ്പെടണം എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്. പക്ഷെ അതങ്ങനെ ചർച്ച ചെയ്യാതെ ഏകപക്ഷീയമായി ഒരു നിലപാടെടുക്കുകയും അതിനെ ഒരു സമ്മർദ്ദ തന്ത്രമായി പറയുകയും ചെയ്യുന്നത് ഒരു കാരണവശാലും ശരിയല്ല എന്നുള്ളതാണ്. ഇപ്പോൾ DYFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അതിനകത്ത് അസ്വസ്ഥത തോന്നേണ്ട കാര്യമില്ല. അപ്പോൾ CPIയെ സംബന്ധിച്ചിടത്തോളം CPI ഒരു അമിതമായ അവകാശവാദം ഉന്നയിക്കുന്നതല്ല. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം, അതുപോലെ തന്നെ മറ്റ് LDFൻ്റെ കൺവീനർ സ്ഥാനം, അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട എല്ലാ പദവികളും CPM ആണ് വഹിക്കുന്നത്. പ്രതിപക്ഷ ഉപനേതാവ് എന്ന് പറയുന്നത് LDF ഇന്നേ വരെയും തീരുമാനിച്ചിട്ടില്ല. VS അച്യുതാനന്ദൻ ഇരുന്ന സമയത്ത് കോടിയേരി ബാലകൃഷ്ണൻ ഉപനേതാവായി CPM ഏകപക്ഷീയമായി തീരുമാനിച്ചതാണ്. അഖിൽ കെയുടെ വിവരങ്ങളുമായി. അഖിൽ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ CPIയിലെ തർക്കവും മറുപടികളും ഒക്കെ ഇപ്പോൾ യുവജന സംഘടനകൾ ഏറ്റെടുത്തിരിക്കുന്നു. ജിസ്മോൻ വിജിന് മറുപടി നൽകുന്നു എന്ന രൂപത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ അതിൽ ജിസ്മോൻ പറയുന്ന ഒരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ കോടിയേരിയെ VS അന്ന് തീരുമാനിച്ചത് ഏകപക്ഷീയമായിട്ടാണെന്ന്. അന്ന് പക്ഷേ CPIയിൽ നിന്ന് അന്നൊരു എതിർ ശബ്ദം നമ്മൾ കേട്ടിരുന്നില്ല. പക്ഷേ ഇന്ന് അത് ശക്തമായി വരികയും ചെയ്യുന്നു. പിണറായി വിജയന്റെ ആ പറഞ്ഞ രീതിയെ എടുത്ത് വിമർശിക്കുകയാണ് ജിസ്മോൻ. തീർച്ചയായും അത് തന്നെയാണ്. അതായത് പ്രതിപക്ഷ നേതാവ് ഒരു കത്ത് അയച്ചാൽ തീരുന്ന പ്രശ്നമല്ല എന്നുള്ളത് തന്നെ വ്യക്തമാക്കുകയാണ് CPI അല്ലെങ്കിൽ CPIയുടെ ഭാഗമായി ജിസ്മോൻ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. രൂക്ഷമായ ഭാഷയിൽ തന്നെ ഇത് വിമർശിക്കുകയും ചെയ്യുന്നു എന്നാണ്. അതിനെ വളരെ ലഘൂകരിക്കുകയാണ്. അല്ലെങ്കിൽ CPI എന്തോ അനാവശ്യ ആവശ്യം ഉന്നയിക്കുകയാണെന്ന തരത്തിൽ അതിനെ മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ് എന്നൊരു വിമർശനമാണ് ഉന്നയിക്കുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ CPIയുടെ ഉറച്ച നിലപാടാണ്. അത് പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനം അത് തങ്ങൾക്ക് വേണമെന്നുള്ളൊരു ന്യായമായ ആവശ്യം മുന്നോട്ടിരിക്കുകയാണ്. കാരണം മറ്റെല്ലാ കാര്യങ്ങളും മുഖ്യമന്ത്രിയായി കഴിഞ്ഞ 2 ടൈം മുഖ്യമന്ത്രി എന്നപ്പോൾ അത് CPM ആണ് കൈവശം വെച്ചിരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വന്നപ്പോൾ അതും CPM കൈവശം വെക്കുന്നു. LDF കൺവീനർ സ്ഥാനമായാലും അങ്ങനെ എല്ലാ പ്രധാനപ്പെട്ട കാര്യങ്ങളും CPM കൈവശം വെക്കുമ്പോൾ LDFൽ ഒരു ഉപപ്രതിപക്ഷ നേതാവ് അതൊരു എന്തെങ്കിലും പ്രത്യേകമായ അധികാരം നൽകുന്ന ഒന്നുമല്ല. പക്ഷേ അതിലൊരു രാഷ്ട്രീയമുണ്ട്, അതൊരു രാഷ്ട്രീയ പദവിയാണ്. അതുകൊണ്ട് അത് CPIക്ക് ലഭിക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതിൽ ഇത്തരത്തിൽ വിമർശനം ഉന്നയിക്കുന്നു. അതിൽ CPIയുടെ DYFയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് അനാവശ്യമായിട്ടുള്ള ആശങ്കയുടെ ആവശ്യമില്ല, അല്ലെങ്കിൽ അതിൽ അനാവശ്യ വിവാദം ഉന്നയിക്കുന്നു. അതിൽ മറ്റു രീതിയിലുള്ള പ്രതികരണം നടത്തുന്നത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ്. അത് ചർച്ച ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. അതായത് LDF ഈ വിഷയത്തിൽ ചർച്ച ചെയ്യണം, CPM തമ്മിലൊരു ധാരണ എത്തണം, ശേഷം LDFൽ ചർച്ച ചെയ്യണം, മറ്റ് ഘടകകക്ഷികൾ ഇത് ബോധ്യപ്പെടുത്തണം. ഒരു ചർച്ചയ്ക്ക് പോലും വരാതെ ഏകാധിപത്യപരമായ നടപടി സ്വീകരിക്കുന്നു. അത് ശരിയല്ല എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും തിരിച്ചടികൾ ഉണ്ടാക്കിയതാണ്. CPIയുടെ ഒക്കെ പല നടപടികളിലും മാറ്റം വരണമെന്ന് പറയുന്നതിനൊപ്പം തന്നെയാണ്. അതായത് നമുക്കറിയാം കഴിഞ്ഞ കാലങ്ങളിൽ DYFയുടെ സമ്മേളനങ്ങളായാലും ശരി, മറ്റ് CPMന്റെ പല വേദികളിലായാലും ശരി, ഏകാധിപത്യപര പെരുമാറ്റം അല്ലെങ്കിൽ പിണറായി വിജയന്റെ ശൈലികളെ കുറിച്ചൊക്കെ വലിയ രീതിയിൽ വിമർശനം ഉണ്ടായിരുന്നു. അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതി, അതിനോട് ചേർത്ത് വായിക്കുന്ന രീതിയിലൊരു പ്രതികരണം തന്നെയാണ്. അതായത് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഒരു തീരുമാനം അത് ഏകാധിപത്യപരമായ തീരുമാനമാണ് എന്നൊരു വിമർശനം തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് ഈ വിഷയത്തിൽ CPM ഏകാധിപത്യപരമായ നടപടിയെടുത്ത് മുന്നോട്ട് പോകുന്നതാണ്. അതായത് ഞങ്ങളുടെ അഭിപ്രായം കേൾക്കാനോ അല്ലെങ്കിൽ ഞങ്ങളുടെ കാര്യം കേൾക്കാനോ തയ്യാറാവുന്നില്ല എന്നൊരു വിമർശനം മുന്നോട്ട് വെക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ മുൻകാലങ്ങളിൽ ഉണ്ടായത്, അതായത് ഈ VS അച്യുതാനന്ദൻ പ്രതിപക്ഷ നേതാവായിരുന്ന കാലത്തുള്ള കാര്യങ്ങളെ ചേർത്ത് വെച്ചുകൊണ്ട് ഈ വിമർശനം ഇപ്പോൾ ഉന്നയിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. കാരണം ആ വിഷയത്തിൽ അന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രതിപക്ഷ ഉപനേതാവായി തീരുമാനിച്ചത് ഏകപക്ഷീയമായിട്ടാണ് എന്നുള്ളത്. അതായത് മുൻപുണ്ടായ കാലമാണ്, അന്നൊരു വിമർശനമോ ഒന്നും ഉന്നയിക്കാത്ത കാര്യമാണ്. ആ വിഷയം ഇപ്പോൾ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുന്നു. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏകാധിപത്യപരമായ നടപടിയിൽ മുൻപും ഉണ്ടായിട്ടുണ്ട്. അതിപ്പോൾ നടക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് എന്തായാലും വ്യക്തമാക്കുന്നത്. CPIയും ഒന്നിച്ചു പോകേണ്ടതുണ്ട്. ഒരു കൂട്ടുത്തരവാദിത്തം, അതായത് തെരഞ്ഞെടുപ്പ് തോൽവി ഒരു കൂട്ടുത്തരവാദിത്തമുണ്ട്. അതുകൊണ്ട് തന്നെ CPIക്ക് ഈ ഒരു രാഷ്ട്രീയ തിരിച്ചുവരവ്, അതായത് ഇടതുപക്ഷം വലിയ തിരിച്ചുവരവ് നടത്തേണ്ട ഒരു കാലഘട്ടം കൂടിയാണ്. ആ ഘട്ടത്തിൽ CPIക്ക് ഈ ഉപപ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന പദവി അത് അറിയിക്കുന്നതാണ്, അത് ആവശ്യമുള്ളതാണ്, അത് ഞങ്ങൾക്കത് വേണമെന്നുള്ള ആവശ്യം തന്നെയാണ്. പിണറായി വിജയൻ പറഞ്ഞ ആ പ്രതികരണം നമ്മുടെ പ്രതിനിധി ജേസൺ ചാമോളപ്പിലാണ് ചോദ്യം ചോദിച്ചത്. തൃശ്ശൂരിൽ വാർത്താ സമ്മേളനത്തിനിടെയാണ് പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇനിയൊരു ചർച്ചയില്ല എന്ന മറ്റുള്ള പ്രതികരണം നടത്തിയ പ്രതികരണം ഒന്ന് കാണാം. ഇത് LDFന്റെ ഉപനേതാവ് എന്ന് പറയുന്നത് LDF നേതാവ് എന്ന നിലക്ക് സ്പീക്കർ പറഞ്ഞ ഒരു കത്ത് കൊടുക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ആ കത്ത് ഞാനാണ് എഴുതി കൊടുക്കേണ്ടത്. അത് കൊടുത്താൽ
ഉപനേതാവ് വരും. ആ കത്തിയാ കൊടുത്തോളാം, നിങ്ങൾ ബേജാറാവണം. അതൊക്കെ ബോധ്യപ്പെടും, ഒരു പ്രശ്നം. ബാക്കി പിന്നെ പറയും കത്ത് ഞാനല്ലേ എഴുതി കൊടുക്കണ്ടത്, കത്ത് കൊടുക്കും. അതിലൊരു സംശയമില്ല, CPM നേതാവിന്റെ പേരായിരിക്കും. ഒരു മാറ്റമുണ്ട്. ഒരു സംശയവുമില്ല, CPM നേതാവിന്റെ പേരായിരിക്കും. ആ കത്ത് ഞാൻ കൊടുക്കും, അതോടെ ആ കാര്യങ്ങൾ അവസാനിക്കും എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത്. ഇതന്നെയാണല്ലോ അഖിൽ ഇപ്പോൾ ഏകാധിപത്യ ശൈലി എന്ന് പറഞ്ഞിരിക്കുന്നത്. അഥവാ കത്ത് കൊടുക്കുകയാണെങ്കിൽ വെറുതെ ഇരിക്കില്ല എന്ന് CPM സൂചിപ്പിക്കുകയാണ്. ഇപ്പോൾ ഈ യുവജന സംഘടനകളിലേക്ക് തർക്കം നീങ്ങുമ്പോൾ ആ പ്രതിഷേധം പ്രതികരണങ്ങൾ ഒതുങ്ങുമോ, അതല്ല എങ്കിൽ മറ്റൊരു രൂപത്തിലേക്ക് മാറാനുള്ള സാധ്യത എത്രത്തോളമാണ് അഖിൽ? എന്താണ് അവർ പറയുന്നത്? സ്മൃതി, കൃത്യമായി വ്യക്തമാണ്. അതായത് പിണറായി വിജയൻ പറഞ്ഞതിനുള്ള ഒരു കൃത്യമായ മറുപടി തന്നെയാണ് എന്തായാലും ഇപ്പോൾ ജിസ്മോന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. കാരണം കൃത്യമായി ജിസ്മോൻ അതിലൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അതായത് ഒരു കത്ത് കൊടുത്താൽ തീരുന്നതല്ല ഈ വിഷയം, അല്ലെങ്കിൽ അത്തരത്തിൽ പറഞ്ഞതിനെ ലഘൂകരിക്കാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് CPIയുടെ ആവശ്യം. കൃത്യമാണ്. ഒപ്പം തന്നെ CPI മുന്നോട്ട് വെക്കുന്ന ആവശ്യങ്ങൾ അങ്ങനെ വെറുതെ എന്തെങ്കിലും ചെറിയ തോതിൽ തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യം തന്നെയാണ് മുന്നോട്ട് വെക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഒരു CPI, അതായത് ഇത് ഈ രീതിയിൽ തീരില്ല, അല്ലെങ്കിൽ പിണറായി വിജയൻ ഈ പറഞ്ഞ അവിടത്തെ വെച്ച് ഇത് അവസാനിക്കില്ല എന്നുള്ള ഒരു മറുപടി തന്നെയാണ് AYUSFന്റെ ഭാഗത്തും ഉണ്ടാകുന്നതാണ്. അതൊരു പരസ്യ പ്രതിഷേധങ്ങളിലേക്കോ മറ്റുമൊക്കെ കടക്കുമെന്നൊരു പറയാതെ പറഞ്ഞു വെക്കുന്ന ഒരു സൂചന കൂടി അവർ നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇത്തരത്തിലൊരു മറുപടി, അതായത് ഈ ഒരു കത്ത് അയച്ചു കഴിഞ്ഞാൽ തീരില്ല, അതായത് കൃത്യമായി അവിടെ കോട്ട് ചെയ്ത് വെക്കുകയാണ്. അത് ഒന്നിൽ കൂടുതൽ തവണ അത് ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏകാധിപത്യപരമായ പെരുമാറ്റമാണ്. അതായത് CPIയോട് ചോദിക്കാതെ അല്ലെങ്കിൽ CPIയുടെ കാര്യങ്ങൾ പറയാതെ ഏകാധിപത്യപരമായി തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുന്നു. അത് ഏതായാലും CPMന്റെയും CPIയുടെയും ഇന്നത്തെ പ്രതികരണങ്ങൾ എന്ത് എന്ന് നോക്കാം. അങ്ങനെയാണ് ഇപ്പോൾ കുറച്ച് ദിവസമായി ഓരോ ദിവസവും നേതാക്കൾ പരസ്പരം പഴിചാരിക്കൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്നത്തെ പ്രതികരണം ആരുടെയൊക്കെയാണെന്ന് നമുക്ക് നോക്കാം.